ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഹലോ, എന്തുപറ്റി? ശരി, ഞാൻ പോരാ. അയ്യോ, എന്താ സാർ? അത് അച്ഛനൊന്ന് വീണു. അയ്യോ, അവരച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നമുക്ക് പെട്ടെന്ന് പോണം. നന്ദിനി, താൻ അവരെ വിളിച്ച കാര്യം പറ. എന്താ മോനെ സംഭവിച്ചേ? കൃത്യമായിട്ട് അറിയില്ല മുത്തശ്ശി. അച്ഛൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീണുന്നാ പറഞ്ഞത്. അയ്യോ, അവിടെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. സാറേ, ഞങ്ങൾ കൂടി വരട്ടെ? വേണ്ട, അവിടെ എന്താന്ന് നോക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. അച്ഛാ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ പോയിട്ട് വിളിക്കാം. എന്റെ ദൈവമേ, സാറിന് ബുദ്ധിമുട്ടൊന്നും വരുത്തരുതേ. സുദേവ, നമ്മൾ ഈ നാട്ടിൽ വന്ന ആദ്യത്തെ ദിവസം ഇന്ന് തന്നെ യതീന്ദ്ര സാറിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാ നമ്മൾ വന്നതിന്റെ ദോഷമെന്നല്ലേ പറയൂ? സാറിനൊന്നും ഉണ്ടാവില്ലമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കും. എന്റെ ഭഗവതി കാത്തോണേ. എക്സ്റേയുടെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നോക്കാം എന്താ വേണ്ടതെന്ന്. ഓക്കെ? പണിമുടക്കാവോ ഡോക്ടറെ? ഏയ്, ഡോണ്ട് വറി. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയതായിരിക്കുമെന്ന്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. സൂര്യ നന്ദിനിയൊക്കെ ഇവരറിയിച്ചില്ലേ? ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നന്ദിനിയെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ ചുറ്റും ഉണ്ടല്ലോ, പിന്നെ അവള് വരണമെന്ന് ഇത്ര നിർബന്ധം എന്താ ഡാഡിക്ക്? നമ്മളെ അവഗണിക്കാൻ ഒരു സമയം കിട്ടിയ അത് പാഴാക്കില്ലല്ലോ. പത്മ, ഇവിടെ നമ്മൾ സുഖവാസന വന്നിരിക്കൊന്നുമല്ല. എനിക്ക് സുഖമില്ലാതെ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഈ നേരത്ത് തന്നെ എന്നെ ഇങ്ങനെ ആക്രമിക്കേണ്ടതുണ്ടോ? അച്ഛാ, അച്ഛാ, എന്തു പറ്റിയതാ? ഒന്നുമില്ലടാ, ആ കനക വീട്ടിൽ കള്ളം കയറിയെന്നും പറഞ്ഞ് കിടന്ന് ബഹളം വെച്ചു. ഞാൻ മുറിന്ന് ഒന്നും നോക്കാതെ ഇറങ്ങി പുറത്തേക്ക് ഓടി. അവിടെ കുറച്ച് എണ്ണ കിടപ്പുണ്ടായിരുന്നു, ഞാൻ വഴിക്ക് വീണു. കള്ളം വീട്ടിനകത്ത് കയറിയോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ചോദിച്ചു കേട്ടില്ലേ, നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന്? കള്ളനെ കണ്ടുപിടിക്കുന്നതാണോ കാര്യം? ഡാഡി വീണു പോയാ ഡാഡിയെ രക്ഷിക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത്? നല്ല വേദന ഉണ്ടോ സാർ? ഇല്ലാന്ന് പറഞ്ഞാൽ കള്ളമാവും. പിന്നെ സാരമില്ല, നോക്കാൻ നിങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്തുണ്ടല്ലോ. കേട്ടപ്പോ അച്ഛനും മുത്തശ്ശിക്കൊക്കെ വലിയ സങ്കടായി. ഇതിപ്പോ അവരോട് പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? പാവങ്ങള്. സൂര്യ, ഈ വിവരം അറിഞ്ഞപ്പോ നിനക്കെങ്ങ് പോന്നാ മതിയായിരുന്നില്ലേ? മോളെ എന്തിനാ ബുദ്ധിമുട്ടിച്ച്? ഓ, രാജസദസ്സൊക്കെ ഒഴിവാക്കി മഹാറാണി വന്നതാണല്ലോ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ. ഡാഡി, ഇത് കുറച്ച് ചീപ്പാ. ഞങ്ങൾ ഇത്രയും പേര് ഡാഡിയുടെ കൂടെ നിൽക്കുന്നു, എന്നിട്ട് ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഓ, എനിക്ക് എല്ലാവരും ഒരുപോലെയാ. അത് ഡാഡി പറയണ്ട, വ്യത്യാസം കണ്ടാല് ഞങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഇപ്പൊ എന്താ വേണ്ടത്? നമുക്ക് എല്ലാവർക്കും അങ്ങ് തിരിച്ചു പോയാലോ? ഞാൻ നോക്കിയിട്ട് എന്റെ ചികിത്സ നടക്കുന്ന കാര്യത്തില് ആർക്കും താല്പര്യമില്ലാന്ന് തോന്നുന്നു. അച്ഛനൊന്നും മിണ്ടായിരുന്നേ. തമ്മിൽ തല്ലുന്ന കാട്ടുമൃഗങ്ങൾ പോലും ഒരാപത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്നാ കേട്ടിട്ടുള്ളത്. പക്ഷെ കൊടുങ്കാടിനേക്കാളും ക്രൂരതയായിപ്പോയി നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മനസ്സുകൾ തമ്മിൽ.
ഹലോ, കനകയാണ് മാഡം. എന്താ ഈ നേരത്ത്? മാഡം പറഞ്ഞ പ്ലാൻ അനുസരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിനകത്ത് കള്ളം കയറിയെന്ന് പറഞ്ഞപ്പോ യതി സാറ് മുറിയിൽ നിന്ന് പുറത്തേക്കോടി. എണ്ണയിൽ ചവിട്ടി വീണു. ഇനി സാറിനൊരു കൈ അനക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. എല്ലാവരും കൂടി സാറിനെ ആശുപത്രി കൊണ്ടുവരിക. ഗുഡ്. സൂര്യ അറിയിച്ചോ? അതൊക്കെ അപ്പോഴേ അറിയിച്ചു മാഡം. സൂര്യക്ക് ഏറ്റവും സ്നേഹമുള്ളത് സൂര്യയുടെ അച്ഛനെയാ. അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോ നന്ദിനിയുടെ വീട്ടിലേക്ക് അന്തി ഉറങ്ങാൻ അവൻ പോകുമോ കനകെ? ഇല്ല മാഡം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മാഡം ചിന്തിച്ചെത്തുന്ന ദൂരത്തൊന്നും എനിക്ക് ചിന്തിച്ചെത്താൻ പറ്റില്ലെന്ന്. വേദ അവൾക്കെതിരായി, ഇന്ദ്രജ അവൾക്കെതിരായി. എതിരാവാൻ ഇനി സൂര്യ അച്ഛനും മാത്രമേ ബാക്കിയുള്ളൂ. അതിനും വഴിയുണ്ടാകും. നീ കിടന്നുറങ്ങിക്കോ. ഇനി ഞാനും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോവാ. സൂര്യ, നീയും അവളും തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല. നല്ല വേദന ഉണ്ടല്ലേ? ഉണ്ട്, പക്ഷെ സാരമില്ലടാ. അച്ഛൻ ഇങ്ങനെ എപ്പോഴും സ്മാർട്ടായിട്ട് നടക്കുന്നതുകൊണ്ട് അച്ഛന് സുഖമില്ലാതിരിക്കുന്നതോ അച്ഛൻ അനങ്ങാൻ വയ്യാതിരിക്കുന്നതോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. തമ്മിയെ തല്ലുന്നവർ അത് ചെയ്തോട്ടെ അച്ഛാ. അച്ഛൻ്റെ അടുത്ത് ഞാനുണ്ടല്ലോ. ആ ധൈര്യം എനിക്കുമുണ്ട്. കെട്ടുറപ്പില്ലാത്തൊരു കുടുംബത്തിന്റെ കുടുംബനാഥനായിട്ടിരിക്കുമ്പോഴും ഒന്നിടറിപ്പോയ എന്റെ കൈ നിന്റെ തോളിലേക്ക് തന്നെയാ വരിക. സകല വൈരാഗ്യങ്ങളുടെ ഇടയില് അച്ഛനെ സ്നേഹിക്കാനൊരിടം മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്തുദ്ദേശത്തിലടി നിന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഇത്രയും കാലം കക്കുന്നതും കൊള്ളയടിക്കുന്നതും വരെ അവർക്ക് എത്തിക്കാൻ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? അതൊന്നും അല്ല ചേച്ചി. ചേച്ചി നോക്കിക്കോ, ഇവള് നമ്മുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയതുപോലെ അവറ്റകളെല്ലാം കൂടി നമ്മുടെ വീട്ടിലേക്ക് വരും. ഏട്ടൻ ഇവളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. ഇവള് പറയുന്നതേ ഏട്ടൻ കേൾക്കൂ. അങ്ങനൊരു താല്പര്യം ഉണ്ടായിട്ടല്ല അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്.